നമസ്കാരം. കൊല്ലവർഷം 1202 ചിങ്ങം 1 ഓഗസ്റ്റ് 17 മുതൽ ആരംഭിക്കുന്ന പുതിയ മലയാള വർഷത്തിൽ അവിട്ടം നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടാൻ പോകുന്ന സമ്പൂർണ്ണ ഫലങ്ങൾ. അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദങ്ങൾ മകരക്കൂറിലും അവസാന 2 പാദങ്ങൾ കുംഭക്കൂറിലുമാണ് വരുന്നതെങ്കിലും പൊതുവെ ഈ വർഷം അവിട്ടം നാളുകാർക്ക് ഏറെ അനുകൂലമായ പല മാറ്റങ്ങളും സമ്മാനിക്കുന്ന വർഷമാണ്. അവിട്ടം നക്ഷത്രത്തിൻ്റെ അധിപനായ ചൊവ്വയുടെയും രാശാധിപന്മാരായ ശനിയുടെയും സ്ഥിതി അനുസരിച്ച് വരുന്ന ചെറിയ തടസ്സങ്ങളെ മറികടക്കാൻ പതിവായി ഇഷ്ടദേവത ആരാധന നടത്തുന്നതും ശാസ്താപ്രീതിയും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നതുമൊക്കെ ഗുണമായി കാണുന്നുണ്ട്. അവിട്ടം മകരം കുംഭം എന്നീ രാശികളിലായി വരുന്നത് ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വയായതിനാലും ധനകാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ വർഷം അവിട്ടം നാളുകാർക്ക് സാമ്പത്തികമായി വലിയ മുന്നേറ്റത്തിൻ്റെ കാലഘട്ടമായി വിലയിരുത്താവുന്നതാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് പണവരവ് മെച്ചപ്പെടാനും ധനപരമായ പ്രതിസന്ധികളിൽ നിന്ന് മോചനം നേടാനും ഗൃഹസ്ഥിതി അനുകൂലമായി കാണുന്നു. വരുമാനത്തിൻ്റെ കാര്യത്തിൽ പുതിയ സ്രോതസ്സുകളിൽ നിന്ന് പണം വന്നു ചേരാൻ യോഗം കാണുന്നുണ്ട്. ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഒക്കെ ഗോചരഫലം അനുസരിച്ച് ദീർഘകാലമായി മുടങ്ങിക്കിടന്നിരുന്ന പണമിടപാടുകൾ അനുകൂലമായി തീരും. ബിസിനസ് ചെയ്യുന്നവർക്കും കച്ചവട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തിക ലാഭം വർദ്ധിക്കും. അതുപോലെ തന്നെ ഓഹരി വിപണിയിലോ മറ്റ് നിക്ഷേപങ്ങളിലോ താല്പര്യമുള്ളവർക്ക് വിദഗ്ധ നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോയാൽ നല്ല നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം കടബാധ്യതകൾ തീർക്കാൻ ഈ വർഷം സാധിക്കും എന്നതാണ്. മുൻപെടുത്ത കടങ്ങൾ കുറച്ച് വീട്ടി തീർക്കാനും ബാങ്ക് ലോണുകൾ അടച്ചു തീർക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരും. ഇത് മനസ്സിന് വലിയൊരു സമാധാനവും തരും. കുടുംബത്തോടൊപ്പമുള്ള ഭൗതിക സുഖങ്ങൾ, ആഡംബരങ്ങൾ വർദ്ധിക്കാൻ പണം ചെലവഴിക്കുകയും ചെയ്യും. പുതിയ വീട് വയ്ക്കുക, സ്ഥലം വാങ്ങുക, വാഹനം സ്വന്തമാക്കുക തുടങ്ങിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ആവശ്യമായ ധനം കൈവരിക്കാനുള്ള ഭാഗ്യ അനുഭവങ്ങൾ വന്നു ചേരും. ചുരുക്കത്തിൽ അവിട്ട നക്ഷത്രക്കാരുടെ സാമ്പത്തിക സുരക്ഷിതത്വവും കൂടുതൽ ശക്തമാകുന്നൊരു വർഷമാണ്. എങ്കിലും അനാവശ്യമായ ദൂരത്തോ വലിയ റിസ്കുകളോ ഉള്ള ബിസിനസ്സുകൾ നിക്ഷേപിക്കുകയോ ഈ സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. തൊഴിൽ രംഗത്ത് ഇതുവരെ നേരിട്ടിരുന്ന വലിയ ചില തടസ്സങ്ങളും മടുപ്പുമൊക്കെ മാറി കാര്യങ്ങൾ വളരെ അനുകൂലമായി വന്നു ചേരുന്ന ഒരു സമയം വരും. ഓഫീസിലായാലും ബിസിനസ്സിലായാലും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ഈ വർഷം ലഭിച്ചു തുടങ്ങും. മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കാൻ സാധിക്കുന്നത് വഴി കരിയറിൽ പുതിയ പദവികളോ ഉയർച്ചകളോ തേടി വരും. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഓഫറുകളും ലഭിക്കാനുള്ള യോഗമുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന അവിട്ടം നാളുകാർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കാനും സാധിക്കും. പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർക്ക് പങ്കാളിയുമായി മികച്ച ധാരണ ഉണ്ടാക്കാനും ലാഭം ഇരട്ടിയാക്കാനും സാധിക്കും. വിദേശത്ത് ജോലി ചെയ്യുകയോ ഉപരിപഠനം നടത്തുകയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങി അനുകൂല ഉത്തരവുകളും വന്നു ചേരും. കൂടാതെ സഹപ്രവർത്തകരുടെയും കീഴുദ്യോഗസ്ഥരുടെയും പൂർണ്ണ പിന്തുണ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. പലപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള എല്ലാ അവസരങ്ങൾ ഈ ഗോചരഫലം വഴിയൊരുക്കിത്തരും. ദാമ്പത്യ ജീവിതത്തിൽ ഏറെ സന്തോഷവും പരസ്പര ധാരണയും കൈവരും. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ചെറിയ പിണക്കങ്ങളും അകൽച്ചകളും ഒക്കെ മാറി പങ്കാളിയുമായി കൂടുതൽ അടുപ്പത്തിലാകാനും സാധിക്കും. രണ്ടുപേരും ചേർന്ന് പുതിയ തീരുമാനങ്ങൾ എടുക്കാനും സന്തോഷകരമായ യാത്രകൾ നടത്താനുള്ള യോഗമൊക്കെ വരുന്നുണ്ട്. കുടുംബത്തിൽ വിരുന്നുകളും മംഗളകർമ്മങ്ങളും നടക്കാനുള്ള സാധ്യതയുള്ള കാലം കൂടിയാണിത്. വിവാഹ പ്രായമെത്തിയ അവിട്ട നാളുകാർക്ക് നല്ല ആലോചനകൾ വന്ന് വിവാഹം ഉറപ്പിക്കാനുള്ള സാധ്യത ഏറെയാണ് കാണുന്നത്. സന്താനങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് ആഗ്രഹ സബലീകരണത്തിനുണ്ടാകും. കുട്ടികളുടെ പഠനത്തിലും കരിയറിലും ഉണ്ടാകുന്ന പുരോഗതി മാതാപിതാക്കൾക്ക് വലിയ അഭിമാനവും സന്തോഷവും നൽകും. സ്വന്തമായൊരു വീടെന്ന സ്വപ്നം മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്ക് അത് യാഥാർത്ഥ്യമാക്കാനുള്ള വഴികളും തെളിയും. നിലവിലുള്ള വീട് പുതുക്കി പണിയുകയും വീടിന് മോടി കൂട്ടുക, അല്ലെങ്കിൽ പുതിയ വാഹനം സ്വന്തമാക്കുക തുടങ്ങിയ സന്തോഷങ്ങൾ കുടുംബത്തിലും കടന്നു വരും. മാതാപിതാക്കളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. കുടുംബത്തിലെ മുതിർന്നവരുടെ അനുഗ്രഹവും പിന്തുണയും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സ്കൂൾ കോളേജ് തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷകളിൽ ഉയർന്ന മാർക്കും വിജയം കരസ്ഥമാക്കാനും സാധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും തങ്ങളുടെ കഠിനാധ്വാനത്തിന് തക്കതായ ഫലം ലഭിക്കുന്ന സമയമാണിത്. ഉപരിപഠനത്തിനായി ആഗ്രഹിക്കുന്ന കോളേജുകളിലോ കോഴ്സുകളിലോ പ്രവേശനം ലഭിക്കാൻ അനുകൂലമായ യോഗവുമുണ്ട്. വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന അവിട്ട നാളുകാർക്ക് അതിനുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങി സ്കോളർഷിപ്പ്, വിസ എന്നിവ അവസരങ്ങളും വന്നു ചേരും. പഠനത്തോടൊപ്പം തന്നെ കല, കായികം, സാഹിത്യം തുടങ്ങിയ സർഗാത്മക മേഖലകളിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും സമ്മാനങ്ങളും അംഗീകാരങ്ങൾ നേടാനും സാധിക്കുന്ന വർഷം കൂടിയാണിത്. ഗുരുജനങ്ങളുടെയും അധ്യാപകരുടെയും പ്രത്യേക പ്രീതിയും പിന്തുണയും വിദ്യാർത്ഥികൾക്ക് എപ്പോഴും ഉണ്ടാകും. പൊതുവെ അനുകൂലമായൊരു വർഷമാണെങ്കിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അവിട്ടം നാളുകാർക്ക് ഈ വർഷം കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്.
മുൻകാലങ്ങളിൽ അലട്ടിയിരുന്ന പോലുള്ള ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കാൻ ഈ കാലയളവ് സഹായിക്കും. എങ്കിലും ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് മിക്ക ദിവസങ്ങളിലും നല്ല ശാരീരിക ഉന്മേഷവും മാനസിക ഉണർവും അനുഭവിക്കാനുള്ള ഇടയുണ്ട്. കൃത്യമായ ദിനചര്യയും വ്യായാമവും ശീലമാക്കുന്നത് വഴി ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഭക്ഷണക്രമത്തിൽ അല്പം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പുറത്തുനിന്നുള്ള ആഹാരം പരമാവധി ഒഴിവാക്കി ശുദ്ധമായ ആഹാരശൈലി പിന്തുടരുന്നത് വയറുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളും ദഹനക്കുറവ് ഒഴിവാക്കാനും സഹായിക്കും. തൊഴിൽപരമായ തിരക്കുകളും മറ്റു ഉത്തരവാദിത്തങ്ങളും കാരണം ഇടയ്ക്കിടെ ചെറിയ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം. അതിനാൽ യോഗ, ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ, ഇഷ്ടപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടൽ എന്നിവയിലൂടെ മനസ്സിന് ശാന്തത നിലനിർത്താനും സഹായിക്കും. ഈ വർഷം ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരാം. യാത്രാവേളകളിൽ ആരോഗ്യകാര്യത്തിലും ഔഷധങ്ങളുടെ കാര്യത്തിലും കൃത്യത പാലിക്കുക. അവിട്ട നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വയും നക്ഷത്രം സ്ഥിതി ചെയ്യുന്ന മകരം, കുംഭം രാശികളുടെ അധിപൻ ശനിയുമായതിനാൽ ചൊവ്വയുടെയും ശനിയുടെയും ദോഷങ്ങൾ കുറയ്ക്കാൻ ഈ ഗ്രഹങ്ങളുടെ പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യവുമാണ്. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനവും നടത്തി പ്രാർത്ഥിക്കുക. അവിട്ട നാളുകൾ പതിവായി ഹനുമാൻ സ്വാമിയെയും ശാസ്താവിനെയും ഭജിക്കുന്നത് മനസ്സിന് ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും. ജന്മനക്ഷത്ര ദിവസമായി അവിട്ടം നാളിൽ പതിവായി ക്ഷേത്രത്തിൽ പോയി അർച്ചന കഴിപ്പിക്കുന്നതും വഴിപാടുകൾ നടത്തുന്നതും ഗുണം ചെയ്യും. കഴിയുന്നത്ര സഹായങ്ങൾ അർഹരായവർക്ക് ചെയ്തു കൊടുക്കുക. പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ രോഗികൾക്കോ ഉള്ള സഹായങ്ങൾ നൽകുന്നത് വലിയൊരു ദോഷപരിഹാരമായി കണക്കാക്കേണ്ടതാണ്. ഇത് ഗ്രഹദോഷങ്ങളെ അകറ്റി ജീവിതത്തിൽ പുണ്യവും ഭാഗ്യവും നിറയ്ക്കും.